സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ ബാക്കി പ്ലസ് വണ്ണുകാർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ ബാക്കിയാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻഡിവിജ്വൽ സീരീസിനുള്ള ക്ലാസ്സുകൾ എടുത്തിരുന്നു. ഇൻഡിവിജ്വൽ സീരീസ് ഡയറക്റ്റ് മെത്തേഡിൽ, ഇൻഡിവിജ്വൽ സീരീസ് ഡിസ്ക്രീറ്റ് സീരീസ്. ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ, മീഡിയൻ, മോഡ് ഇവയുടെ വാല്യൂ കാണുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തിരുന്നു. ഇന്ന് ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ എങ്ങനെയാണ് മീൻ, മീഡിയൻ, മോഡ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ രണ്ട് തരത്തിലുള്ള സീരീസാണ് വരുന്നത്. ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻഡിവിജ്വൽ സീരീസാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ, മീഡിയൻ, മോഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻഡിവിജ്വൽ സീരീസിൽ ഒറ്റയായിട്ടുള്ള ഐറ്റംസ് ആണെന്നാണ് പറഞ്ഞത്. ഒറ്റയായിട്ടുള്ള ഐറ്റംസ് തന്നിരിക്കും. അതിൻ്റെ മീൻ, മീഡിയൻ, മോഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അത് ഡയറക്റ്റ് മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്ന് ഡിസ്ക്രീറ്റ് സീരീസ് എന്താണെന്നും അതിനുള്ളിൽ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീനും മീഡിയനും മോഡും കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും നോക്കാം. ഇപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ മൂന്ന് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ 3 മെത്തേഡിൽ നമുക്ക് മീൻ, ഡിസ്ക്രീറ്റ് സീരീസ്, അരിത്തമെറ്റിക് മീൻ ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് 3 മെത്തേഡിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. പഠിതാക്കൾ ഓരോരുത്തർ അവർക്ക് എളുപ്പമുള്ള മെത്തേഡ് പഠിച്ച് സ്വീകരിക്കുക. ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് അസ്യൂംഡ് മീൻ മെത്തേഡ് ദെൻ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അസ്യൂംഡ് മീൻ മെത്തേഡ് ആൻഡ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നത്. നമുക്കൊരു ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡയറക്റ്റ് മെത്തേഡ്. ഇവിടെ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയയും തന്നിരിക്കും, അതോടൊപ്പം നമ്പറും തന്നിരിക്കും, 2 അളവുകൾ തന്നിരിക്കും. ഇവിടെ ഞാൻ കുറച്ച് ആളുകളുടെ വെയിറ്റ് തന്നിരിക്കുന്നു, അതോടൊപ്പം ആ വെയിറ്റിനോടൊപ്പം അവരുടെ നമ്പറും തന്നിരിക്കുന്നു. അങ്ങനെ 2 അളവുകളാണ് തന്നിരിക്കുന്നത്. വെയിറ്റ് 155, 160, 165, 170, 175. ഇനി ഇതിൽ ഈ നമ്പർ ഓഫ് ഐറ്റംസ് എത്ര പേരുണ്ട്. 155 സെൻറ്റിമീറ്റർ ഉയരമുള്ളത്, വെയിറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സാണ് തന്നിരിക്കുന്നത്. 155 സെൻറ്റിമീറ്റർ ഉയരമുള്ളവർ 8 പേര്. ഇനി 160 സെൻറ്റിമീറ്റർ ഉയരമുള്ളവർ 14, 165 സെൻറ്റിമീറ്റർ ഉയരമുള്ളവർ 15, 170 സെൻറ്റിമീറ്റർ ഉയരമുള്ളവർ 8, 170 സെൻറ്റിമീറ്റർ ഉയരമുള്ളവർ 5. ഇങ്ങനെയായിരിക്കും ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുക. ഇപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡിൽ എക്സ് ബാർ കാണാൻ, ഇന്നലെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു, എക്സ് ബാർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീനാണ്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു sigma fx by sigma f. fx by sigma f ആണ് ഇവിടെ എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ. ഏത് മെത്തേഡിൽ? ഡയറക്റ്റ് മെത്തേഡിൽ. അപ്പം നമുക്കിതിന് ഈ വെയിറ്റിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. എടുക്കുന്നു. ഈ നമ്പറിനെ എഫ് എന്നും എടുക്കാം. എക്സ് എന്ന് പറയാൻ നമുക്ക് തന്നിരിക്കുന്ന ആ ഡിസ്ട്രിബ്യൂഷനിൽ ഓരോ അളവിനെയാണ് ഇവിടെ എക്സ് എന്ന് പറയുന്നത്. ഓരോ അളവാണ് എക്സ്.
എഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ്, അതിൽ എന്താ ഫ്രീക്വൻസി എന്ന് പറയും. ഇനി ഈ അടുത്ത സ്റ്റെപ്പിൽ ഇത്രയും നമുക്ക് ചോദ്യത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങളായിരിക്കും കിട്ടുന്നത് ക്വസ്റ്റ്യനുള്ളിൽ. ഇനി ഇത് അപ്പോൾ ഇത്രയും വിവരങ്ങൾ നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് എടുത്തെഴുതുക. ആൻസർ ഷീറ്റിലേക്ക് എടുത്തെഴുതിയതിന് ശേഷം ഇത്രയും വിവരങ്ങൾ ആൻസർ ഷീറ്റിൽ എടുത്തെഴുതുക. എന്നിട്ട് സിഗ്മ എഫ് എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസിയുടെ നമ്പറിൻ്റെ ടോട്ടലായിരിക്കും സിഗ്മ എഫ് എന്ന് പറയുന്നത്. അത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക. 50 ആണ് ഇവിടെ സിഗ്മ എഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് എക്സ് ഈസ് ഈക്വൽ ടു 155 ഇൻറ്റു 8 1240, ദെൻ 14 ഇൻറ്റു 160 2240, അടുത്തത് 2475 ദെൻ 1360, ദെൻ 875. ഇതിൻ്റെ ടോട്ടലാണ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടോട്ടലാണ് അത് 8190 വരും. നമുക്കിത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഈസ് ഈക്വൽ ടു 8190 ഡിവൈഡഡ് ബൈ 50 ഈസ് ഈക്വൽ ടു 0 കൊണ്ട് വെട്ടുകളെ